ഈ സ്കാം നടത്തുന്ന ഫ്രോഡ്സ്റ്റേഴ്സ് എവിടെയുള്ളത് ശരിക്കും? അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഇതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ഓക്കെ. സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സ് ഉണ്ട്. അതിലേറ്റവും ഫേമസ് ആണ് ജംതാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. സീരീസ് ഒക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ആരെ വിളിക്കണ്ടേ? പോലീസിനെയാണോ ബാങ്കിനെയാണോ? നമ്മൾ പെടുന്ന സ്കാം ഏതാ? മലയാളികൾ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് ആണ്. അത് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ അപ്പം തന്നെ അറിയിച്ചാൽ മേ ബി നമുക്ക് ഒരു അതിന്റെ ഓൾമോസ്റ്റ് ഒരു നല്ല സംഖ്യ നമുക്ക് തിരിച്ചു കിട്ടും. വൈകും തോറും അവർ ആ ഫണ്ട് വിത്ഡ്രോ ചെയ്ത് വേറെ പല രീതിയിൽ കൂടി അത് വേറെ അക്കൗണ്ടുകളിൽ കൂടിയൊക്കെ റൂട്ട് ചെയ്ത് പോകും. RTGS ഫോമിൽ ഫില്ല് ചെയ്ത അക്കൗണ്ട് നമ്പർ നോക്കിയപ്പോൾ ആ പേരും കണ്ടു കഴിഞ്ഞപ്പോഴും അത് ഒരു ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സംശയം കൂടുതൽ ബലപ്പെട്ടു. അതൊരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ആളുടെ ഒരു അക്കൗണ്ട് നമ്പർ ആയിരുന്നു അത്. മ്യൂൾ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ മിക്കവാറും യങ്സ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിട്ട് വീട്ടിലിരിക്കുന്നവർ. പുതിയ പരിപാടി നമ്മുടെ നാട്ടിൽ ഡീപ് ഫേക്ക് വീഡിയോസ്, അതുപോലെ വോയിസ് ക്ലോൺ ചെയ്തിട്ടുള്ള മെസ്സേജുകൾ, അതായത് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും ആക്സിഡന്റിൽ പെട്ടു, അങ്ങനെ ഫേക്ക് വീഡിയോസ്, പൈസ വേണം, അപ്പോൾ അത് അവരുടെ വോയിസ് ആയിരിക്കും. നമ്മളെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ഫ്രോഡ്സ്റ്റർ. അതൊരു ജനറൽ സേയിങ് അങ്ങനെയുണ്ട്, ഫ്രോഡ്സ്റ്റേഴ്സ് ആർ ഓൾവേസ് എഹെഡ് ഓഫ് us എന്നുള്ള. Twice is Wise, a Federal Bank CSR initiative in association with Club FM. ഓക്കെ. അപ്പോൾ ട്വൈസ് ഈസ് വൈസ് എന്നാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പറയുന്നു, ക്ലബ് എഫിൻ്റെ കൂടെ ചേർന്നാണ് ട്വൈസ് ഈസ് വൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 വട്ടം ചിന്തിക്കണം. ചെക്ക് ട്വൈസ്, ഇതാണ് ഫെഡറൽ ബാങ്ക് പറയുന്നത്. കേരളത്തിൽ സ്കാമുകൾ, പല രീതിയിലുള്ള സ്കാമുകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഫെഡറൽ ബാങ്ക് ട്വൈസ് ഈസ് വൈസ് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയാൻ തീരുമാനിച്ചത്. അപ്പം താങ്ക് യു ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ തീരുമാനിച്ചതിന്. ഹലോ, എൻ്റെ പേര് ബിജു. ഞാൻ ഫെഡറൽ ബാങ്കിൽ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാൻ ബിൻസി ചെറിയാൻ, ഫെഡറൽ ബാങ്കിൽ ഡെപ്യൂട്ടി CVO ആയിട്ട് വർക്ക്. CVO എന്ന് പറയുമ്പോൾ വിജിലൻസ് ആണല്ലേ? ബാങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക ആണല്ലേ? എന്താണ് ബാങ്കിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണികൾ എന്തൊക്കെയാണ്? ബേസിക്കായിട്ട് ബാങ്കിൻ്റെ ഉള്ളിലും ബാങ്ക് കസ്റ്റമേഴ്സും മറ്റുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ട് ഉള്ള കേസുകൾ വന്നാൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്താണ് സംഭവിച്ചതെന്നുള്ള കണ്ടുപിടിക്കുക, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. RBI, പോലീസ് ഇതുപോലെയുള്ള അധികാരികൾക്കുള്ള റിപ്പോർട്ടിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റാണ് ബാങ്കിനകത്ത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ ബാങ്കുകളിലും ഉണ്ടാവും? എല്ലാ ബാങ്കിലും ഉണ്ട്, മാൻഡറ്ററി ആണ്. ഓക്കെ. അപ്പോൾ പബ്ലിക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളെയാണോ ശരിക്കും? പബ്ലിക്കിന് അറിയണം. അതുപോലെ തന്നെ പബ്ലിക്കിനും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ബാങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള ശരിയായ രീതിയിലല്ലാതെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് പബ്ലിക്കിന് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പബ്ലിക്കിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസും ഉണ്ട് വിജിലൻസിലേക്ക്. വിസിൽ ബ്ലോവർ മെക്കാനിസം എന്ന് പറയും. പബ്ലിക്കിന് പറയാം. നിലവിൽ ലേറ്റസ്റ്റ് സ്കാമുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്ന സ്കാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫൈൻ, പരിവാഹൻ്റെ പേരിലുള്ള SMS അയച്ച് ക്ലിക്ക് ചെയ്ത് പൈസ തട്ടിച്ചെടുക്കുന്ന രീതികൾ. പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പല രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അത്. അപ്പം അത് പുതിയ മെക്കാനിസത്തിലോട്ട് സൈബർ തട്ടിപ്പുകാർ പോകുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് പരിവാഹന്റെ പേരിൽ വരുന്ന ഈ ചലാൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് വരുന്ന ലിങ്കാണ്. ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ഇങ്ങനെ ഓരോ ഇതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ ക്യാപ്ചർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വാർ ന്യൂസ് ലൈവ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ലിങ്കുകൾ അല്ലെങ്കിൽ ഫയലുകളൊക്കെ വരികയാണ് നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ നമ്മൾ അറിയാതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒന്നെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അതൊക്കെ അവർക്ക് പോകേണ്ടതൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് വന്നാൽ ഇപ്പോൾ നമ്മളെന്തായാലും വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അറിയാതെ ക്ലിക്ക് ചെയ്ത് പോകും. വാട്സാപ്പിലാണ് വരുന്നതെങ്കിൽ അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾക്ക് ഫോണിൽ പല രീതിയിലുള്ള മെസ്സേജ്, അത് SMS ആയിട്ടോ വാട്സാപ്പ് വഴിയോ അതല്ലെങ്കിൽ മെയിൽ വഴിയോ എല്ലാം വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മെയിലോ അല്ലെങ്കിൽ SMS വന്നു കഴിഞ്ഞാൽ അത് എവിടുന്ന് വന്നു, അത് ജെന്യുവിനായിട്ട് ഉള്ളതാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ
ഈവൻ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോലും അടുത്ത ലെവലിലേക്ക് ഒന്നെങ്കിൽ അത് ഇൻഫർമേഷൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ ATM കാർഡിൻ്റെ നമ്പർ, അങ്ങനെ ക്ലിക്ക് ചെയ്യാനായിരിക്കാം ഒരു പക്ഷേ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റലേഷനിലേക്ക് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പ്രൊസീഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ആ സെക്കൻഡ് സ്റ്റേജിലെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ നമ്മളുടെ ഡേറ്റ, നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റ നഷ്ടപ്പെടാം, അതല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ ഒരു വൈറസ് കയറാം, അല്ലെങ്കിൽ പൈസ പോകും. അത് സബ്സിക്വൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാനോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിലുള്ള ഡേറ്റ പോകാനോ ഇടയാക്കിയേക്കാം. അപ്പോൾ ഈ വാർ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ചാടി കയറി ക്ലിക്ക് ചെയ്യരുത്, രണ്ടുവട്ടം ആലോചിക്കണം, എല്ലാം രണ്ടുവട്ടം ആലോചിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സൈറ്റുകൾ, നമുക്ക് കിട്ടുന്ന ലിങ്ക് വഴി നമ്മൾ പോകുന്ന സൈറ്റുകൾ നമ്മൾ സെക്യൂർ സൈറ്റ് ആണോ എന്നും കൂടെ എൻഷുർ ചെയ്യുക. കാരണം HTTPS എന്ന് പറയുന്ന S ഉണ്ടെങ്കിൽ അത് സൈറ്റ് സെക്യൂർ ആണ്. ഓക്കെ. അതും കൂടെ ശ്രദ്ധിക്കുക. ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടല്ലേ അറിയുള്ളൂ. അതെ, അതാ നോക്കണം. ഫസ്റ്റ് ക്ലിക്കിൽ നമ്മൾക്കത് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിവാഹൻ, അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജിൽ നമ്മളുടെ വാഹനത്തിന് ഒരു ഫൈനുണ്ട്, ചെലാൻ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞായിരിക്കും നോർമലി അങ്ങനത്തെ മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു സൈറ്റിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്, പരിവാഹൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് അത് എൻഡ് ചെയ്യുന്നത് ആ വെബ് അഡ്രസ്സ് അല്ലെങ്കിൽ URL എന്ന് പറയും അതിന്. അത് അവസാനം .gov.in എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നോക്കിയാലും അത് ഒരു തട്ടിപ്പ് SMS മെസ്സേജോ ആയിരുന്നെങ്കിൽ നമുക്ക് ആ പോയിന്റിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ശരിയായ പരിവാഹനിൽ നിന്നുള്ള മെസ്സേജ് അല്ല എന്നുള്ളത്. പരിവാഹൻ ഇങ്ങനെ മെസ്സേജ് അയക്കില്ല എന്ന് പറയുന്നു, അത് ശരിയല്ലേ? നമ്മൾക്ക് നോർമലി അങ്ങനെ വരാറില്ല. ആ ഫൈൻ വരുന്ന ഒരു സമയത്ത് ചില സമയത്ത് വരാറുണ്ട്. പക്ഷെ നമ്മൾക്ക് പരിവാഹൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും പെനാൽറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന, ഇപ്പം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബാങ്കുകളുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ SMS വരുമ്പോൾ അവർക്കൊരു SMS ഹെഡർ ഉണ്ടാവും. അതൊരു രജിസ്റ്റേർഡ്, ഇപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്കിന്റെ ആണെങ്കിൽ FED എന്ന് തുടങ്ങുന്ന ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഒരു ഹെഡർ ഉണ്ടാവും. അതേപോലെ ഗവൺമെന്റിന്റെ പരിവാഹനും അങ്ങനെ അതുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ഹെഡർ ഉണ്ട്. അല്ലാതെ ഒരു നമ്മൾ സേവ് ചെയ്യാത്തൊരു ഫോൺ നമ്പറിൽ നിന്ന് ഒരിക്കലും ഒരു മെസ്സേജ് ഒരു ഏജൻസിയും അയക്കില്ല. നമ്മളുടെ മൊബൈലിൽ ഒരു SMS വരുമ്പോൾ ഇങ്ങനെയുള്ള ശരിയായ രീതിയിലുള്ളൊരു മെസ്സേജ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ആ മെസ്സേജ് വരുന്നതെങ്കിൽ നമ്മളുടെ മെസ്സേജ് ഇൻബോക്സിൽ ആ മെസ്സേജ് ഒരു നോർമൽ ഇതാണെങ്കിൽ അയക്കുന്ന ആളുടെ നമ്മുടെ കോൺടാക്റ്റിലുള്ളതാണെങ്കിൽ പേര് കാണിക്കും, ഇല്ലാത്തതാണെങ്കിൽ നമ്പർ കാണിക്കും. ഇങ്ങനെ വരുന്ന SMS-കളെല്ലാം ഒരു രജിസ്റ്റേർഡ് നെയിമിൽ നിന്നേ വരുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. ഗവൺമെന്റ് എടുത്തിട്ടുള്ള ചില സ്റ്റെപ്പുകളിൽ ഒന്നാണത് കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. FED BNK then again ഹൈഫൺ ഒരു ലെറ്ററും കൂടെ ഉണ്ടാവും. അതും നോക്കാം. അപ്പോൾ സർവീസ് റിക്വസ്റ്റ് ആണോ പ്രൊമോഷനിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അറിയാം. ആദ്യം നമ്മൾ ആരെ വിളിക്കണ്ടേ? പോലീസിനെയാണോ ബാങ്കിനെയാണോ? നമ്മൾ തട്ടിപ്പിന് ഇരയായി പൈസ പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വിളിക്കേണ്ടത് നമുക്ക് ഗവൺമെൻറ് വളരെ എളുപ്പത്തിൽ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 1930 എന്നുള്ളൊരു നമ്പറുണ്ട്. അതിൽ വിളിക്കാം. അല്ലെങ്കിൽ അത് ആ നമ്പറിന് പകരം വെബ്സൈറ്റ് ഉണ്ട്, cybercrime.gov.in എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ രണ്ട് ഫെസിലിറ്റി രണ്ടും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. അതുവഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ആവുകയും കൂടെ ചെയ്യും. നമ്മൾ തന്നെ ബാങ്കിൽ വിളിച്ച് അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന നമ്മളുടെ നഷ്ടപ്പെട്ട തുക തിരികെ എടുക്കുന്നതിനുള്ള സ്റ്റെപ്പ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോലീസ് അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ബാങ്കിലേക്ക് വരും അതിനുള്ള റിക്വസ്റ്റ്. ഒരു നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ ആ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഫർദർ പൈസ പോവാതിരിക്കാൻ ആ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ബ്ലോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആ ബാങ്കിനും പറ്റും. നിലവിൽ പൈസ പോയി എന്ന് വിചാരിക്കാം മാം, അപ്പോൾ അതിന് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ. മുഴുവൻ അവർ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബ്ലോക്ക് ചെയ്തു, അങ്ങനെയൊക്കെ നടക്കാറുണ്ടോ? അത് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ അപ്പം തന്നെ അറിയിച്ചാൽ മേ ബി നമുക്ക് ഒരു അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു നല്ല സംഖ്യ നമുക്ക് തിരിച്ചു കിട്ടും. വൈകും തോറും അവർ ആ ഫണ്ട് വിഡ്രോ ചെയ്ത് വേറെ പല രീതിയിൽ കൂടി അത് വേറെ അക്കൗണ്ടുകളിൽ കൂടിയൊക്കെ റൂട്ട് ചെയ്ത് പോകും. അപ്പോൾ അറ്റ് ദി ഏർലിയസ്റ്റ് അറിയിക്കുക എന്നുള്ളതാണ്
ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് നടന്ന് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് അപ്പം തന്നെ 1930 നമ്മൾ വിളിച്ചാൽ എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ശരിക്കും? 1930 എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കംപ്ലയിൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോകാനായിട്ട് ഉള്ളൊരു മെക്കാനിസമാണ്. അപ്പോൾ അതുവഴി കസ്റ്റമേഴ്സിന് ഈ പൈസ നഷ്ടപ്പെട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വെയിറ്റ് ചെയ്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ വഴി തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും ആ കംപ്ലയിൻറ്റ് ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും. സബ്സിക്വൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് ആ സൈറ്റിൽ നിന്ന് FIR ഡൗൺലോഡ് ചെയ്യാനും ഉള്ള ഫെസിലിറ്റി കിട്ടും. അതൊരു സൈഡിൽ കസ്റ്റമർക്ക്. അതർ സൈഡിൽ ആ ഏറ്റവും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആ കേസ് എടുത്തതിന് ശേഷം ആ ഫണ്ട് എങ്ങോട്ടാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിലേക്ക് ആ കംപ്ലയിൻറ്റ് റൂട്ട് ചെയ്യും. അതിന് ഫർദർ അതിൻ്റെ ട്രാക്കിങ് പോലീസ് അത് ചെയ്യുകയും ചെയ്യും. അതിന് ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ വലിയൊരു ടീം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ്, അഥവാ I4C എന്ന് പറയുന്ന വലിയൊരു ടീം ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കുന്നതിനുമായിട്ട് 24/7 ബേസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1930 ഈ നമ്പറാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിലാണ് നമ്മൾ ഫസ്റ്റ് വിളിക്കേണ്ടത് എന്ത് സംഭവിച്ചാലും. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് സ്കാമ് സാറും പറഞ്ഞത് പരിവാഹനുണ്ട്, അതുപോലെ ന്യൂസാന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരുന്നു. ഇത് കൂടാതെ നിലവിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിൽ എത്ര സ്കാമുണ്ട്? ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ മാമിന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല രണ്ടുപേരും കൂടി. പലതരം സ്കാമുകളുണ്ട്. പണ്ട് മുതലേ ചെയ്തു വരുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഫിഷിംഗ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഫിഷിംഗ്, അത് ഇമെയിൽ വഴി വരുന്നത് ഫിഷിംഗ്, SMS വഴി വരുന്നത് സ്മിഷിംഗ്, ഫോൺ കോൾ വഴി വരുന്നത് വിഷിംഗ്. അങ്ങനെ അത് തന്നെ പലതരം ടൈപ്പുകളുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പം നിന്നോ? നിന്നിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ അതിന് ഇരയാവുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി നേരത്തെ ഉള്ളതിൽ നിന്നും അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആയിട്ടുണ്ട്. പല RBI മുതൽ പോലീസ് മുതൽ ബാങ്കുകൾ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഡിജിറ്റൽ അറസ്റ്റ് ഇന്ത്യയിൽ ഇല്ല, കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. ലീഗലി ഇല്ല. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് എവറിത്തിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളെ ഒരാൾ വിളിച്ചാൽ ഡിജിറ്റലി നമ്മളെ ലീഗലി വകുപ്പില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അറിയേണ്ടത്. പിന്നെ സോഷ്യൽ മീഡിയ സ്കാമുകളുണ്ട്, ജോബ് സ്കാം ഉണ്ട്, ജോബ് സ്കാം ഉണ്ട്, പിന്നെ KYC റിലേറ്റഡ് സ്കാംസ് ഉണ്ട്, പിന്നെ OLX സ്കാം എന്ന് പറയുന്ന രീതിയിലുണ്ട്, പിന്നെ ഇൻകം ടാക്സ് റീഫണ്ട് സ്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് എൻഡിൽ ബേസിക് ആയിട്ട് പറയുന്നത് ഒന്നെങ്കിൽ ഒരു OTP ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ നമ്മളുടെ ഫോൺ ഇൻഫെക്റ്റഡ് ആക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ നിന്ന് ഡാറ്റ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇത് രണ്ട് സാധനങ്ങളാണ് മെയിൻലി ഉള്ളത്. ഒന്ന് OTP, ഒന്ന് ലിങ്ക്. അതാണ് എനിക്ക് മനസ്സിലായത് സാർ പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ? ഈ രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ഏത് പറഞ്ഞ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട് സ്കാം എന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ ഇൻകം ടാക്സ് പ്രോസസ്സ് ചെയ്തു, ഇത്ര 10,000 രൂപ നിങ്ങൾക്ക് റീഫണ്ട് വന്നിട്ടുണ്ട്, അത് ക്ലെയിം ചെയ്യാനായിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അൾട്ടിമേറ്റ്ലി അതൊരു ഫിഷിംഗ് സ്കാമായിട്ടാണ് അത് പോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊറിയർ ഡെലിവറി ചെയ്യാനുണ്ട്, OTP വേണം, അവിടെ ഒരു സ്മിഷിങ്, ഒരു OTP ഷെയർ ചെയ്യാനായിട്ടുള്ള സ്കാമിലേക്ക് അൾട്ടിമേറ്റ്ലി അത് കൾമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ OTP ഉപയോഗിച്ചാണ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഫ്രോഡ്സ്റ്റർ മാറ്റുന്നത്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫണ്ട് തട്ടിക്കുന്ന രീതിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ അറസ്റ്റ് അതാണ്. അതിനകത്ത് ചിലപ്പോൾ ലിങ്ക് ഉണ്ടാവില്ല. നമ്മളോട് ഇന്ന അക്കൗണ്ടിലേക്ക് അവർ നമ്മളെ ഒരു ഫിയർ ഫാക്ടറിൽ പിടിച്ചു നിർത്തുന്നുണ്ട്, ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും, അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സ് ആരെങ്കിലും ഹോസ്പിറ്റലിലാണ്, ഇമീഡിയറ്റ്ലി ഫണ്ട് അയച്ചു കൊടുക്കാൻ പറയാം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരുന്നു, അവരേതെങ്കിലും എമർജൻസി റിക്വയർമെന്റ് പറയുന്നു. അതും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നതും ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ചാടി ഇൻവെസ്റ്റ് ചെയ്യുക. അതൊക്കെ അപ്പോൾ നമ്മൾ ഡെയിലി വൈസ് നോക്കുമ്പോൾ കണക്ക് പ്രകാരം ഫെഡറൽ ബാങ്കിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ നമ്മൾ പെടുന്ന സ്കാം ഏതാ മലയാളികൾ? ഇപ്പം നിലവിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ് ആണ്. ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അധികമായിട്ടുള്ള നോർമലി ബാങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചാൽ കിട്ടുന്നതിലും വളരെ കൂടിയ റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞ് ആൾക്കാരെ ടെംപ്റ്റ് ചെയ്ത്
ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ ഈ കസ്റ്റമർ തന്നെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചോദിക്കാനും പറയാനില്ല. അപ്പോൾ പക്ഷേ ഇതിനെങ്ങനെ ഡീൽ ചെയ്യുന്നത് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ്? ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല പൈസ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ എന്താണെങ്കിലും നോർമലി നമ്മൾക്ക് ലഭ്യമാവുന്നതിൽ കൂടുതൽ, അതിപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും മറ്റു രീതിയിലുള്ള റിട്ടേൺസ് ആണെങ്കിലും വളരെ നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ഒരാൾ ഓഫർ ചെയ്താൽ അതിലെന്തോ ചതിയുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം, രണ്ടു വട്ടം ചിന്തിക്കണം. ഇൻവെസ്റ്റ്മെന്റ് സ്കാമിനൊന്ന് നമ്മൾ എങ്ങനെയൊക്കെ അവെയർ ആയിരിക്കണം? ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ അഡ്വൈസ് തരുന്ന ആൾക്കാരുടെ പേരിൽ ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അഡ്വൈസേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവരുടെ പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരൂ, നിങ്ങൾക്ക് ഡെയിലി ടിപ്സ് കിട്ടും. അതിൽ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ വഴി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വേരിയസ് ട്രിക്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതുവഴി ഒരാൾ ശ്രദ്ധിക്കാതെ വന്നാൽ ഒരു മോഡൽ അവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് വരും. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പിന്നീട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഒരു വാലറ്റ് പോലെ തന്നെ നമ്മൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അത് ഗ്രോ ചെയ്യുന്നതും കാണാൻ പറ്റും. ബട്ട് സബ്സിക്വൻ്റ്ലി ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം നമ്മൾക്ക് ആ കാണാൻ പറ്റുന്ന ആപ്പെല്ലാം സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മലയാളികൾ പെട്ടുകൊണ്ടിരിക്കുന്ന സ്കാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വ്യാപ്തി എന്തോരം ഉണ്ട്? നമുക്ക് കണക്കുകൾ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിൽ. നിലവിൽ ഇപ്പോൾ I4Cയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു രീതി ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് ആണ്. എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് സ്കാം ആണ് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള റൂൾസിൻ്റെ അകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രേഡിങ്ങിനുള്ള പ്ലാറ്റ്ഫോംസ്, ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, അതല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ജെന്യുവിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർ വഴി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതല്ലാതെ നമ്മൾ ഒരിടത്തും ഫിസിക്കലായിട്ട് ഒരു പ്രസൻസിനെ കുറിച്ചോ ഒന്നും കേട്ടിട്ടില്ലാത്ത ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യും, അവർ പറയുന്നതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതലും സ്കാമിൽ പെടുന്നത് കണക്ക് പ്രകാരം? ഒരു 25 to 30 ഏജ് ഗ്രൂപ്പ് യങ്സ്റ്റേഴ്സ് ഉണ്ട്. പല ടൈപ്പ് മീൻസ് ഓരോ ടൈപ്പ് ഓഫ് സ്കാമിനും ഓരോ ടൈപ്പ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പാണ് ഉള്ളത്. മീൻസ് ഇപ്പം മ്യൂൾ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ മിക്കവാറും യങ്സ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിട്ട് വീട്ടിലിരിക്കുന്നവർ. മ്യൂൾ അക്കൗണ്ട് പുതിയ പരിപാടി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ? മ്യൂൾ അക്കൗണ്ട് നേരത്തെ മുതലേ ഉണ്ട്. പക്ഷേ നേരത്തെ മ്യൂൾ അക്കൗണ്ട് ഈ മണി ലോണ്ടറിങ്, അതായത് നമ്മൾക്ക് പൈസ അനധികൃതമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു മേജർ റൂട്ടിന് വേണ്ടി മാത്രമാണ് മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സൈബർ ക്രൈംസ്, അതായത് ഫിനാൻഷ്യൽ ക്രൈംസ് ഒരു ഇലക്ട്രോണിക് മോഡിലേക്ക് വന്നതിന് ശേഷം ഈ ഫ്രോഡ്സ്റ്റേഴ്സിന് ഈ ഒരു ക്രൈം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ട് മസ്റ്റാണ്. കാരണം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പൈസ മാറ്റിക്കുകയോ അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ഒരു അർജൻറ്റ് സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമറെ കൊണ്ട് തന്നെ പൈസ മാറ്റിക്കുക. ഈ രണ്ട് മോഡലിലും ഒരു അക്കൗണ്ടിലേക്കേ പൈസ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സൈബർ ക്രൈമിനും പുറകിലൊരു അക്കൗണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മ്യൂൾ അക്കൗണ്ട്സിന് ഭയങ്കര ഡിമാൻഡാണ് സൈബർ ഫ്രോഡ്സ്റ്റേഴ്സിന്. അക്കൗണ്ടുകൾ ഒരുപാട് വേണം. അതെ. അപ്പം ഒരു അക്കൗണ്ട് ടേക്ക് ഓവർ ചെയ്യുന്നതിന് അവർ തിരിച്ച് റിട്ടേൺസ് ആയിട്ട് പല രീതിയിലുള്ള റിട്ടേൺസ് പൈസ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് മ്യൂൾ അക്കൗണ്ട് ഓപ്പറേഷൻസ്? എങ്ങനെയാണ്? ഒന്ന്, അവരുടെ ആൾക്കാരെ കൊണ്ട് തന്നെ ഫേക്ക് ID കാർഡ്സ് ഒക്കെ വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഒരു ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി ഒക്കെ ഒരുപക്ഷെ ചിലപ്പം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് ഡേറ്റയൊക്കെ ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മോഡലുണ്ട്. അപ്പോൾ അത് കസ്റ്റമർ അറിയ പോലുമില്ല അങ്ങനത്തെ കേസുകൾ ഒരുപക്ഷെ. ചിലപ്പോൾ വേറൊരു മോഡൽ, കസ്റ്റമേഴ്സ് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ അവർ സ്വയമേ ബാങ്കിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഫോർ എ പ്രൈസ് ആ അക്കൗണ്ട് നമ്പറും ATM കാർഡും എല്ലാം ഫ്രോഡ്സ്റ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു മെക്കാനിസം, ഒരു കമ്മീഷൻ ബേസിസിൽ. ഞാനപ്പോൾ ഈ എൻ്റെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ ഉണ്ടോ ഇല്ലേന്ന് എങ്ങനെ അറിയും? നമ്മൾ എല്ലായിടത്തും നമ്മൾ
ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 2 കോപ്പിയാണ് എടുക്കാൻ പറയുന്നതെങ്കിൽ 2 കോപ്പി തന്നെയാണ് എടുക്കുന്നതെന്നുള്ള നമ്മൾ എൻഷുർ ചെയ്യണം. ഒറിജിനലും തിരിച്ച് വാങ്ങിക്കണം. സിസ്റ്റത്തിൽ സേവ് ആയിട്ടുണ്ടെങ്കിലോ? സിസ്റ്റത്തിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് മെഷീനിൽ നിന്നിട്ട് കോപ്പി എടുക്കുകയാണെങ്കിൽ അതിന് ചാൻസ് ഇല്ല. ഓക്കെ. ഇപ്പം ഞാൻ അറിയാതെ എൻ്റെ മ്യൂൾ അക്കൗണ്ട് തുടങ്ങിയാൽ ഞാൻ കുറ്റക്കാരനാവില്ലല്ലോ? നമ്മൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഞാൻ അറിയാതെയാണ് തുടങ്ങിയത് എന്നുള്ള രീതിയിൽ. ഓക്കെ. ഇപ്പം ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് മ്യൂൾ അക്കൗണ്ടിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ? എന്താണ് യങ്സ്റ്റേഴ്സ് അത് എസ്പെഷ്യലി കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അവരൊരു ഈസി വേ ഓഫ് മേ ബി ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ആവാം. അങ്ങനെ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയുന്നില്ല. ഇതിങ്ങനെ ചെയ്താൽ അൾട്ടിമേറ്റ്ലി നമ്മളും ആ ക്രൈമിന് ഉത്തരവാദികളാവുകയാണ്. അൾട്ടിമേറ്റ്ലി ആരെയോ തട്ടിയെടുത്ത പൈസയാണ് നമ്മുടെ അക്കൗണ്ടിൽ കൂടെ നമുക്കെതിരെ അതിന് ആക്ഷനും വരാം, ലീഗൽ ആക്ഷനും അതുകൊണ്ട് വരാം, നമ്മുടെ അക്കൗണ്ടിൽ കൂടെ പൈസ പോയതിന്. അപ്പോൾ ഇത് അറിയുന്നില്ല ഇതിൻ്റെ സീരിയസ്നെസ്. സ്റ്റുഡൻസ് ഉണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, മേ ബി അങ്ങനെ ഈസിലി ടാർഗറ്റ് ചെയ്യാവുന്ന കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഒരു ചെറിയ എമൗണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ചെറിയ എമൗണ്ടുകളാക്കിയിട്ട് പലരുടെ അക്കൗണ്ടിലേക്ക് ഇടും. അപ്പോൾ ഈ അക്കൗണ്ടിൽ നമ്മൾ പൈസ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കമ്മീഷൻ തരും. ഇതാണ് മ്യൂൾ അക്കൗണ്ട് വഴിയുള്ള പരിപാടി. ഞാനീ പറയാൻ വന്ന ഓരോ സ്കാമിലും എങ്ങനെ നമുക്ക് 2 വട്ടം ശ്രദ്ധിക്കാം, ട്വൈസ് ഈസ് വൈസ് എന്നുള്ളത് ആ കോൺസെപ്റ്റ് എങ്ങനെ ഇതിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തരണം. അത് നമുക്ക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ, പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെ അവെയർ ആയിരിക്കണം? ഓക്കെ. പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സർവീസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കുറവായിരിക്കും. അതുവഴി ഉള്ള ട്രാഫിക്കിൻ്റെ മോണിറ്ററിങ് സൈഡും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പബ്ലിക് വൈഫൈയിൽ നമ്മളുടെ മൊബൈലോ ലാപ്ടോപ്പോ കണക്ട് ചെയ്തതിന് ശേഷം പർട്ടിക്കുലർലി ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് രജിസ്ട്രേഷനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ എത്തിപ്പെടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറലി പബ്ലിക് വൈഫൈ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ ഇനിയിപ്പോൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വന്നാലും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേറ്റ ഷെയർ ചെയ്യുകയോ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. VPN ഉപയോഗിക്കണമെന്ന് എവിടെ വായിച്ചാൽ അങ്ങനെ ഉണ്ടോ? VPN ഉപയോഗിക്കുമ്പം ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഈ ഡേറ്റ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ തടയാനായിട്ട് സഹായിക്കും VPN ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതിന് നമ്മളുടെ ഡിവൈസിൽ, അത് മൊബൈലോ ലാപ്ടോപ്പോ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു VPN ക്ലയൻറ്റ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻ ഈ VPN ക്ലയൻറ്റ് വഴി മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എയർപോർട്ടിൽ പോയിരിക്കുന്നു, അപ്പോൾ അവിടെ ജെന്യൂനായിട്ടുള്ള വൈഫൈ ഉണ്ടാവാം. അവിടെ തന്നെ ഫ്രോഡ്സ്റ്റേഴ്സ് ആ പേര് സിമിലർ നെയിമിൽ അവരുടേതായ ഒരു വൈഫൈ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. ഒരു 1 hour 2 hourനൊക്കെ ആയിരിക്കും അത് അങ്ങനെ ഒരു ട്രാപ്പ് അവിടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ബൈ മിസ്റ്റേക്ക് ഈ ഫ്രോഡ്സ്റ്റർ വെച്ചിട്ടുള്ള വൈഫൈയിലാണ് കയറുന്നതെങ്കിൽ നമ്മൾ ആ വൈഫൈ ഉപയോഗിച്ച് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും 100% ഫ്രോഡ്സ്റ്ററുടെ കയ്യിൽ കിട്ടും. അതൊരു ഡേഞ്ചറാണ്. അതെങ്ങനെ ശ്രദ്ധിക്കണം നമ്മൾ? അപ്പോൾ അതാണ് ഇൻ ജനറൽ പബ്ലിക് വൈഫൈയിൽ ലോഗിൻ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോൾ ജെന്യൂനായിട്ടുള്ള പബ്ലിക് വൈഫൈ ആണെങ്കിൽ കൂടി അതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മൾ ഒരു സ്കാമിൽ പെട്ടിട്ട് നമ്മൾ റിട്രീവ് ചെയ്ത കഥകൾ ഒരുപാടുണ്ടാവും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു നമുക്ക് രസമുള്ള എപ്പോഴും ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടോ 2 പേർക്കും? നമുക്ക് ഈ പൈസ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിൽ വന്നു, അവിടുന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമുക്കത് ബ്ലോക്ക് ചെയ്യാനും ദെൻ കസ്റ്റമർ പോലീസിൽ കൊടുത്ത കംപ്ലൈൻറ്റിനെ ബേസ് ചെയ്ത് കോർട്ടിൽ നിന്ന് ഓർഡർ വന്ന് ആ പൈസ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാനും പറ്റുന്ന നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. ഫുൾ കിട്ടുന്ന കേസുകളും ഉണ്ട്. അത് ആദ്യം പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ആ പൈസ തിരിച്ചു കിട്ടുന്നത്. നമ്മൾ വിചാരിക്കാത്ത പല രീതിയിലായിരിക്കും സ്കാമിൽ പോയി പെടുന്നത്, പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും പെടുന്നത്. അങ്ങനെ
ഇത്ര ഈ മാമിന്റെ കരിയറിൽ ഇങ്ങനെ ഓർത്തു വെക്കുന്ന ഏതെങ്കിലും ഈ അടുത്തും ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഇതുപോലെ ഡിജിറ്റൽ അറസ്റ്റിന് പെട്ടുപോയി. എന്നിട്ട് പുള്ളി ബാങ്കിൽ ചെന്നു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പുള്ളി ബാങ്കിൽ ചെല്ലുന്നു. ഈ സമയവും ഫ്രോഡ്സ്റ്റേഴ്സ് പുള്ളിയുടെ ഫോണിൽ ലൈവായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനും ഇതും ഒക്കെ കണ്ട് ബാങ്ക് മാനേജർക്ക് സംശയം തോന്നി ഈ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് പുള്ളിയെ അഡ്വൈസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് പുള്ളിയെ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന്. വളരെ റീസെന്റ് പോലും പേപ്പറിൽ ഫെഡറൽ ബാങ്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ബാങ്കുകാർ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഡിജിറ്റൽ അറസ്റ്റിലാണ്. അങ്ങനെ ആദ്യം പറഞ്ഞില്ല, പുള്ളി അത് ട്രാൻസ്ഫർ ചെയ്യാൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്തു. പക്ഷെ ഫർദർ അത് പുള്ളിക്ക് ഇലക്ട്രോണിക് ചാനൽസ് പുള്ളി ഉപയോഗിക്കാത്തത് കൊണ്ട്, അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് പുള്ളി ബ്രാഞ്ചിൽ വന്നിട്ട് RTGS ആയിട്ട് പൈസ ഇടാനായിട്ടുള്ള സ്ലിപ്പ് എല്ലാം എഴുതി കൊടുത്തു. അപ്പോൾ ആ അക്കൗണ്ടും ഓൾറെഡി മാനേജർക്ക് ഡൗട്ട് വന്നു. ദെൻ ഫർദർ ഈ RTGS ഫോമിൽ ഫില്ല് ചെയ്ത അക്കൗണ്ട് നമ്പർ നോക്കിയപ്പോൾ ആ പേരും കണ്ടു കഴിഞ്ഞപ്പോഴും അത് ഒരു ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സംശയം കൂടുതൽ ബലപ്പെട്ടു. അതൊരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ആളുടെ ഒരു അക്കൗണ്ട് നമ്പർ ആയിരുന്നു അത്. അപ്പോൾ പുള്ളിയായിട്ട് കൂടുതൽ സംസാരിച്ച് പുള്ളിയെ കൺവിൻസ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് അബോട്ട് ചെയ്യാൻ പറ്റി. ഒരു സീനിയർ സിറ്റിസൺ ആയിരുന്നു ആള്. ഒരു രൂപ പോലും പുള്ളിക്ക് നഷ്ടപ്പെടാതെ ബ്രാഞ്ച് മാനേജർക്ക് സംശയം തോന്നിയോണ്ട് ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഡിജിറ്റൽ അറസ്റ്റിലും പുള്ളിയാണെങ്കിലും കൺവിൻസ് ആവുന്നത്? അതായത് ഞാൻ അത് കൊടുക്കണം എന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? അവിടെയാണ് ഈ ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ ഒരു കഴിവ് പലപ്പോഴും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറ്റിക്കപ്പെടുന്നത്. ആ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് എപ്പോഴും അവർ പ്ലാൻ ചെയ്യും. വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് ഫ്രോഡ്സ്റ്റേഴ്സ് ഈ ഹൈ വാല്യൂ ഫ്രോഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ബ്ലാക്ക് മെയിലിംഗ് ആണോ? ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഈവൻ ചില കേസുകളുണ്ട് ഫ്രോഡ്സ്റ്റേഴ്സ് തന്നെ ഒരു കൊറിയർ അയക്കും, ആമസോൺ വഴിയോ എന്തെങ്കിലും ഒരു ഡെസ്പാച്ച് വരും. അപ്പോൾ അത് ഒരു പക്ഷേ ചിലപ്പോൾ അത് വാങ്ങി വയ്ക്കാം, ചിലരത് റിട്ടേൺ ചെയ്യാം. ദെൻ അതിൽ നിന്ന് ബാക്കി സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് വന്ന കൊറിയറിൽ ബാൻഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ അവർ വെറുതെ പറയും നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് ഉപയോഗിച്ച് ഒരു ഷിപ്മെൻറ്റ് പുറത്തേക്ക് പോയി അതിൽ ഈ പറഞ്ഞ പോലെ ബാൻഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കേസുണ്ട്, ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടെന്നുള്ള. നമ്മുടെ കേരള പോലീസ് ഒരിക്കലും വീഡിയോ കോളിൽ വിളിച്ചിട്ട്, കേരള പോലീസ് എന്നല്ല, ഇന്ത്യയിൽ അങ്ങനെ ഒരു ലീഗലി ഒരു ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അത് ചോദ്യം ചെയ്യലുമില്ല. അപ്പോൾ ഇവരൊക്കെ ശരിക്കും എവിടെയാണ് ഈ സ്കാം നടത്തുന്ന ഫ്രോഡ്സ്റ്റേഴ്സ് എവിടെയുള്ള ശരിക്കും? അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഇന്ത്യയിൽ തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ഈ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സ് ഉണ്ട്. അതിലേറ്റവും ഫേമസ് ആണ് ജംതാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അവിടെയാണ് ഇന്ത്യയിൽ ആദ്യം ഇതിനു വേണ്ടി ഉള്ള സ്പോർട്സ് ട്രെയിനിങ് സെന്റർ ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്തത് ജംതാരയിലാണ്. ഇപ്പോൾ അതിനുശേഷം ജംതാരയ്ക്ക് ശേഷം ഇന്ത്യയിൽ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും സിമിലർ ആയിട്ടുള്ള സെൻറ്റേഴ്സ്. അപ്പോൾ അവിടെ ഇതിനു വേണ്ടി തന്നെ കോൾ സെൻറ്റേഴ്സ് ഉണ്ട്, ഇതിനു വേണ്ടി തന്നെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെറ്റപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഈ വലിയ വലിയ ഫ്രോഡുകളുടെ പുറകിൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ്, ലോൺ ആപ്സ്, ഇതുപോലെയുള്ള ഫ്രോഡ്സിൻ്റെയൊക്കെ പുറകിൽ ഇൻ്റർനാഷണൽ റാക്കറ്റ്സ് തന്നെ ഇൻവോൾവ് ചെയ്തായിട്ട് പലപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് അൾട്ടിമേറ്റ്ലി ആ പൈസ ഇന്ത്യക്ക് വെളിയിലോട്ട് തന്നെ പോകുന്ന സിറ്റുവേഷനാണ് അങ്ങനെയുള്ള കേസുകളിൽ കാണുന്നത്. ജംതാരയിൽ ആ നാട്ടുകാർ മൊത്തം ഇതിലാണെന്ന് പറഞ്ഞിട്ട് ന്യൂസും സീരീസൊക്കെ വരാറുണ്ട്. നമ്മുടെ ന്യൂസിലും അവിടെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, OTP കൊടുക്കാൻ പാടില്ലെന്ന് നമുക്കറിയാമോ? അറിയാതെ കൊടുത്തു എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ്ലി ബാങ്കിനെ വിളിക്കുക, ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. നമ്മൾക്ക് ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് RBI പറയുന്നതനുസരിച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ കസ്റ്റമർ ഹാസ് സബ്സ്ക്രൈബ്ഡ് ഓർ നോട്ട് ഒരു അലേർട്ട് ചെല്ലും SMS ആയിട്ട്. അത് മാൻഡേറ്ററി ആണ്. ആ SMS തന്നെ ആ ട്രാൻസാക്ഷൻ ഒറിജിനൽ ജെന്യൂൻ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ടാവും. ഓക്കെ, KYC ചോദിച്ച് ബാങ്കുകാർ ഒരിക്കലും വിളിക്കില്ലല്ലോ. KYC ഡ്യൂ ആയി എന്നുള്ള ഇൻറ്റിമേഷൻ കിട്ടാം, പക്ഷേ
അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ബ്രാഞ്ചിൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ ബാങ്ക് പറയുന്ന രീതിയിലൊരു വീഡിയോ KYC എന്നുള്ളൊരു മെക്കാനിസം ഉണ്ട്. അതുവഴി വേണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നാലും നമ്മളത് കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറയുമ്പോൾ ഒന്ന് തിരിച്ച് ബാങ്കിൽ വിളിച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമേ അപ്പോൾ മുന്നോട്ട് പോകാവുള്ളൂ. ഓക്കെ, അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. KYC ഡ്യൂ ആയി കഴിഞ്ഞാൽ റെഗുലേറ്ററി ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു അക്കൗണ്ടിൻ്റെ റിസ്ക് കാറ്റഗറി അനുസരിച്ച് KYC റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. 3 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം അങ്ങനെയുള്ള പീരിയോഡിസിറ്റിയിൽ ചോദിച്ചേക്കാം. ആ സിനാരിയോ മുതലെടുത്തുകൊണ്ടാണ് ഈ KYC സ്കാംസ്, ഫ്രോഡ്സ്റ്റേഴ്സ് നടത്തുന്നത്. പക്ഷേ ലിങ്ക് അയച്ചു തരുമോ? ഇല്ലല്ലോ, സ്ട്രെയിറ്റ് അവേ ലിങ്ക് അയച്ചു കൊടുക്കില്ല. അതിന് മുന്നേ ഇൻറ്റിമേഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെന്നതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞുകൊണ്ടുള്ള മെയിൽ പോവുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് KYC സ്കാമിൽ നിന്നും? അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം ബാങ്കിനെ തിരിച്ച് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള മെയിൽ ID, ടോൾ ഫ്രീ മൊബൈൽ നമ്പർ ഇതെല്ലാം കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും മെക്കാനിസം ഉപയോഗിച്ച് ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അഥവാ ക്ലിക്ക് ചെയ്ത് പോയാൽ തന്നെയും പോപ്പപ്പ് ചെയ്യുന്ന വിൻഡോ അത് ആ ബാങ്കിൻ്റെ സൈറ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാം. HTTPS, അതുപോലെ ബാങ്കിൻ്റെ പേര്, അതെല്ലാം ജെന്യുവിൻ ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, UPI പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് സ്കാമിൽ പെടാറുണ്ട്. അതെന്താ സംഭവം? അത് ഒരു QR കോഡ് സ്കാം, അല്ലെങ്കിൽ ചില സമയത്ത് OLX സ്കാം, അങ്ങനെ പല പേരിൽ അത് അറിയപ്പെടാറുണ്ട്. അത് ബേസിക്കായിട്ട് ഇതാണ്, നമ്മൾ ഒരു സാധനം വിൽക്കാൻ ശ്രമിക്കുക, അതാണ് OLX സ്കാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പേര് അതിന് വന്നത്. നമ്മളൊരു സാധനം വിൽക്കാനുണ്ടെന്ന് പ്ലാറ്റ്ഫോമിൽ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബയർ എന്നുള്ള രീതിയിൽ ഒരു ഫ്രോഡ്സ്റ്റർ നമ്മൾ തിരികെ വിളിക്കുകയും പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഞാൻ QR കോഡ് അയച്ചു തരുന്നു എന്നും പറഞ്ഞൊരു QR കോഡ് തിരിച്ചയച്ചു തരികയും ചെയ്യും. അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ അല്ല, നമ്മൾ വിൽക്കുന്ന സാധനത്തിന് നമ്മൾക്ക് പേയ്മെൻറ്റ് തിരിച്ചു തരാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മൊബൈൽ വിൽക്കാനായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ മൊബൈലിന് 5,000 rupees ആണെന്ന് പറഞ്ഞാൽ ഞാൻ 5,000 rupees അയച്ചു തരാൻ വേണ്ടി ഉള്ള QR അയച്ചിട്ടുണ്ട്, നിങ്ങളതൊന്ന് സ്കാൻ ചെയ്താൽ മതി, പൈസ തരാമെന്ന് പറയും. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു UPI വഴി പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ ഒരിക്കലും പിന്നിൻ്റെ ആവശ്യമില്ല, സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ പിൻ വെച്ച് അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പൈസ ഇട്ട് തരാം, സ്കാൻ ചെയ്താൽ മതി, പിൻ അടിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, 5 സ്റ്റെപ്പുകൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്കാമിൽ പെടാതിരിക്കാനുള്ള ഒരു 5 steps പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ജനറലി ഒരു സ്കാമിലും പെടാതിരിക്കാനുള്ള ഒരു 5 സ്റ്റെപ്പുകൾ? ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ട്വൈസ് ഇസ് വൈസ് തന്നെ, എന്ത് ചെയ്യുന്നതിന് മുമ്പും 2 വട്ടം ആലോചിക്കുക, ഇത് ജെന്യുവൻ ആണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ സൈറ്റുകളിൽ ഒക്കെ ലോഗിൻ ചെയ്യുമ്പോഴും സെക്യൂർ സൈറ്റുകളാണോ, ജെന്യുവൻ സൈറ്റുകളാണോ, നേരത്തെ പറഞ്ഞ പോലെ gov.in, ഗവൺമെൻറ് സൈറ്റുകളാണെങ്കിൽ gov.in, ബാങ്കുകളുടെ സൈറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് ബാങ്കിൻ്റെ സൈറ്റാണോ, നമ്മൾ ലോഗിൻ ചെയ്യുന്ന സൈറ്റുകൾ ശരിയാണോ എന്ന് നോക്കുക. പിന്നെ ഒരിടത്തും OTPകൾ ഷെയർ ചെയ്യാതിരിക്കുക. OTP is your personal information. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഒരു ഗ്രീഡോടുകൂടി ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അത് ദർ ഇസ് നത്തിങ് ലൈക്ക്, അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് ഒരു ഭയങ്കര റിട്ടേൺസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുക. അർജൻസി ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യിപ്പിക്കാൻ നോക്കുക. അതെല്ലാം 99% ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ. നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാൻ സമയം തരാതെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന ഇതാണ്. ഇപ്പോൾ AI കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കോൾ വരാം, വീഡിയോ കോൾ വരാം, അങ്ങനത്തെ പരിപാടികൾ നടക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഡീപ്പ് ഫേക്ക് വീഡിയോസ്, അതുപോലെ വോയിസ് ക്ലോൺ ചെയ്തിട്ടുള്ള മെസ്സേജുകൾ, അതായത് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ടു, അങ്ങനെ ഫേക്ക് വീഡിയോസ്, പൈസ വേണം, അപ്പോൾ അത് അവരുടെ വോയിസ് ആയിരിക്കും. അപ്പോൾ അതിലെല്ലാം നമ്മൾ 2 വട്ടം ചിന്തിക്കുക, തിരിച്ചു വിളിച്ച് ആളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ആളെ കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ റിലേറ്റീവ്സിനെങ്കിലും കോൺടാക്ട് ചെയ്ത് ഒരു വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ട് ചെയ്യാവൂ. പൈസ കൊടുക്കുള്ളൂ. ആരെ പറ്റിയാണ് ഇവർ പറയുന്നത് അവരെ വിളിച്ചു നോക്കുക, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് നിന്നോ അത് കൂടുതലാണോ? റീസെൻ്റ്ലി എന്തെങ്കിലും ഉണ്ടായോ? AI റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ക്രൈംസ് നടക്കുന്നുണ്ട് ഇടയ്ക്ക്.
അതിൻ്റെ ഒരു ഫസ്റ്റ് ക്രൈം തന്നെ നടന്നത് കേരളത്തിലാണ്, കോഴിക്കോട് സൈഡിലാണ് ആദ്യത്തെ ഒരു ക്രൈം. അത് പോലീസ് അത് ആൾക്കാരെ പിടിക്കുകയും ചെയ്തു. അതെങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോൺഡ് വീഡിയോ ആൻഡ് വോയിസ് വെച്ചിട്ട് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചായിരുന്നു അത്. ഒരു ഓൾഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട്. പുള്ളിക്ക് സംശയം തോന്നിയാ? ഇല്ല, അത് ട്രാൻസ്ഫർ ചെയ്തു ആദ്യം, പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴാണ് സംശയം തോന്നിയത്. പൈസ കിട്ടി, പോലീസ് അത് പിടിച്ചു. അത് ഓക്കെ. ഇപ്പം ഇനിയും ഇത് പുതിയ സ്കാമുകൾ വരുമായിരിക്കും, അതാ നമ്മൾ ആലോചിക്കാത്ത പുതിയ പരിപാടികളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആലോചിക്കാൻ പറ്റുള്ളൂ. നമ്മളെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ഫ്രോഡ്സ്റ്റർ. അതൊരു ജനറൽ സേയിങ് അങ്ങനെയുണ്ട്, ഫ്രോഡ്സ്റ്റേഴ്സ് ആർ ഓൾവേസ് എഹെഡ് ഓഫ് us എന്നുള്ളത്. അപ്പോൾ അത് നമ്മളും അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് വി ഷുഡ് ക്യാച്ച് അപ്പ് വിത്ത് ദം എന്നുള്ളതാണ് അതിൻ്റെ. എന്നാൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്താ മാം പറയാനുള്ളത്? ഇല്ല, ബി വാച്ച്ഫുൾ, അവെയർ ആയിട്ടിരിക്കുക. മീൻസ് ഫ്രോഡ്സ് എനി ടൈം ഇൻ എനി റോൾ ഫ്രോഡ്സ്റ്റേഴ്സ് വരാം, എന്ത് ഫോംസ് ആൻഡ് മീൻസിൽ കൂടെ ഫ്രോഡ്സ്റ്റേഴ്സ് വരാം. ബി അവെയർ, പുതിയ രീതിയിൽ വന്നേക്കാം, പുതിയ രീതിയിൽ വരും. അപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ ട്വൈസ് ഇസ് വൈസ്. അതെ, കാരണം ഫ്രോഡ്സ്റ്റേഴ്സ് ഇവിടെ എപ്പോഴും എൻഗേജ് ചെയ്യുന്ന ജനറൽ പബ്ലിക്കിൻ്റെ ഒരു അവെയർനെസ് ഫാക്ടർ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പം ജനങ്ങൾ അവെയറായി വരുന്നതനുസരിച്ച് പിന്നെ അവർ ട്രാപ്പിൽ വീഴാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പരിപാടിയായിട്ട് വരും. അതിൽ നമ്മൾ അവെയർ ആയിരിക്കുക, രണ്ടുവട്ടം ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് സർ. ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് അവയർനെസ് കിട്ടട്ടെ. എല്ലാം നമ്മൾ രണ്ടുവട്ടം ആലോചിച്ചിട്ട് മാത്രമേ സൈബർ റിലേറ്റഡ് എന്ത് പരിപാടിയും ചെയ്യാൻ പാടുള്ളൂ. Once again, twice is wise. Super. Thank you.